നിന്റെ കൊലവിളിയാ കേൾക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു കേസാണ് പെരിയ ഇരട്ടക്കൊലക്കേസ്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്. ഇന്നിപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. CPM നേതാക്കൾക്ക് ഉൾപ്പെടെയാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. എല്ലാം തകർന്നു. കുടുംബം പറയുന്നത് വധശിക്ഷ നൽകണമെന്നതായിരുന്നു. പക്ഷേ തീർച്ചയായും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. പെരിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വിധി ഇപ്പോഴും വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വിധിയെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, നിനക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? CBI ഈ കേസ് ഏറ്റെടുക്കുകയും അവർ ആദ്യം മുതൽ ശ്രമിക്കുകയും ചെയ്തത് CPIയും ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇരട്ട കൊലപാതകം നടന്നു എന്നാണ്. എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഞങ്ങളത് അന്നേ നിഷേധിച്ചതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുന്നതെന്നും അവിടെയുണ്ടായ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷം, 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയാനുണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. കാരണം CBIയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല, അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിന്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുക ചെയ്തിട്ടുള്ളത്. അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വിധി വന്നത്. തീർച്ചയായും ആ സംബന്ധിച്ചെല്ലാമുള്ള വിധി ന്യായങ്ങളെല്ലാം പരിശോധിച്ച്, ഇത് അവസാനത്തെ വാക്കല്ലല്ലോ, തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIഎമ്മിനെ ഈ കേസിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. പോലീസ് കണ്ടെത്തിയതും കൂടുതലായി CBIക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ? അവർക്ക് പോലീസ് പറഞ്ഞത് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതിനു പുറമെ രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ്. വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് കേട്ടാ. നീ മാറിപ്പോയാണെന്ന് അവരെ ആ കേസിന്റെ ഭാഗമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. അതിന് വേറെ ചില വകുപ്പുകളാണ് അവർ ഉപയോഗിച്ചത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സഖാക്കളെ സംബന്ധിച്ചും ബാക്കി ഞങ്ങൾ അന്നേ നടപടി സ്വീകരിച്ചതാണ്. ശരിയല്ലാത്ത നിലപാടായിരുന്നു എന്ന് പറയുക മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നടപടി അന്നേ സ്വീകരിച്ചിട്ടുള്ളതാണ്. മനസ്സിലായി. നേരെമറിച്ച് CBI രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി ഇതിന്റെ അകത്ത് പ്രതിയാക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഫലപ്രദമായിട്ട് ഈ മുമ്പോട്ടേക്ക് പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഉയർന്ന കോടതികളുണ്ട്. ആ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. ഇൻകുലാബ് സിന്ദാബാദ്.